ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് പെയിൻറ്റിങ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിങ് പണിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ക്ലീനൊക്കെ ചെയ്തു. ഒരാളെ ചേച്ചിയുണ്ട്, അവരെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലേക്ക് പോകും. ഇവിടെ അങ്ങനെ താമസിക്കൂല, ഒറ്റക്ക് ആയതുകൊണ്ട് ഇവിടെ താമസിക്കൂല. ഹസ്ബൻഡുള്ള സമയത്ത് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും എന്ത് ചെയ്യുക, ശനിയാഴ്ചയായിട്ട് എല്ലാവരും ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ലൈവിലൊക്കെ എല്ലാവരും വരിക. ലൈവ് എല്ലാ ദിവസവും ഇടാറില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ജ്യൂസ് പ്രോബ്ലം പറഞ്ഞല്ലോ, എല്ലാവരും പറയുന്നു ഫ്രീസ് ആവുക അൺഫ്രീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ചാനൽ ഫ്രീസ് ആവുന്നു അൺഫ്രീസ് ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പക്ഷേ അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഈ ഫ്രീസ് അൺഫ്രീസ് അതൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ഈ ഫ്രീസ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ അൽഗോരിതമൊക്കെ മാറുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് കുറേ ഇതിൽ യൂട്യൂബിൽ പറയുന്ന ടെക് ചാനലൊക്കെ ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല. അവരൊക്കെ പറയുന്നത് കേൾക്കുകയെന്നല്ലാതെ നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. നമ്മളെല്ലാം ന്യൂ യൂട്യൂബർമാരാണല്ലോ. അപ്പോൾ ഈ ഫ്രീസ് അൺഫ്രീസിലൊന്നും ഞാനങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം. എന്തായാലും നമ്മൾ ഇതിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടില്ലേ. അപ്പോൾ ഫ്രീസാണോ അൺഫ്രീസാണോ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അൺഫ്രീസ് ആവാൻ എന്ത് ചെയ്യണമെന്നും അറിയില്ല. നമ്മളിങ്ങനെ ഡെയിലി എന്തായാലും വീഡിയോ ഇടും, നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇടുന്നത് പോലെ തന്നെ. ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് യൂട്യൂബിൻ്റെ മാറ്റം എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് നിർത്തിയതായിരുന്നു. പക്ഷേ 3 മിനിറ്റിൽ കൂടുതൽ വേണമെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെ നമ്മളെ ചാനലിൽ വ്യൂസ് കുറയുന്നതുമായി ബന്ധപ്പെട്ട് ചാനൽ ഫ്രീസ് ആകുന്നൊരവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. 10-20 വ്യൂസൊക്കെ കിട്ടുമ്പോൾ ഫ്രീസ് ആകുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടോ? ഫ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്താണത് സംഭവം? അങ്ങനെയൊക്കെ അതിലൊന്നും ഞാൻ ശരിക്കും വിശ്വസിക്കുന്നൊന്നുമില്ല, ഫ്രീസ് എന്നൊക്കെ പറയുന്നതിലൊന്നും. അതൊക്കെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം മാറുമ്പോഴും അതുപോലെ തന്നെ യൂട്യൂബ് നമ്മളെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. നമുക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റൂ. നമ്മളൊരു ചാനലൊക്കെ തുടങ്ങിപ്പോയില്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നൊരു വലിയ മത്സരം തന്നെയാണ് നടക്കുന്നത് യൂട്യൂബിൽ. ഇപ്പോൾ ഇതിൽ വളർന്നു വന്നിരിക്കുന്നവരൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തും ഒരുപാട് പൊരുതിയും തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10-20 വ്യൂസൊക്കെ കിട്ടുമ്പോൾ ആരും വിഷമിക്കാനൊന്നും പാടില്ല. ഒരിക്കലും വിഷമിക്കരുത്, തളരരുത്. നിങ്ങൾ ഇടുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടുകൂടി തന്നെ ഇതിൽ പ്രവർത്തിക്കുക. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് ഒരിക്കലും. എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ ആവും എൻ്റെ ഈ വർത്താനം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ. ഇപ്പോൾ ഇനി ഏതായാലും നിർത്തി കേട്ടോ, സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.